പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിക്കണം, കുട്ടിക്കത് ആവശ്യമുണ്ട്. ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഉള്ളതാണോ? അതൊരു തെറ്റായൊരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കുറേ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ആള് തടി വെക്കൂലേ കുറേ ഫുഡ് കഴിച്ചാൽ. വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ടെൻഷനാണ്, കാരണം അപ്പോൾ കോംപ്ലിക്കേഷൻസ് കൂടും. അപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ട് മാത്രം കുറേ വലിച്ചുവാരി കഴിക്കണം എന്ന് ഒരിക്കലും ഒരു ഡോക്ടർ പറയും. ഈ പ്രഗ്നൻസിയിൽ മനസ്സിലാക്കിച്ചാൽ പല ടൈമുണ്ട് പ്രഗ്നൻസിയിൽ. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഈ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു നോസിയം, വൊമിറ്റിംഗ് ഒക്കെ ഒരു പ്രഗ്നൻസി ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ളൊരു തോന്നലില്ലേ? അത് ദൈവം ഉണ്ടാക്കി വെച്ച സാധനമാണ്. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിലധികം ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുട്ടി ഇത്രയേ ഉള്ളൂ. ഈ കുട്ടിക്ക് എന്തിനു ഇത്രയധികം ഭക്ഷണം? പക്ഷെ നല്ല ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്. പിന്നെ പ്രഗ്നൻസിയിലുള്ള വേറൊരു ഇതെന്ന് വെച്ചാൽ ഒരു ആക്സിലറേറ്റഡ് ഫാസ്റ്റിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളിപ്പോൾ 1 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുട്ടിക്ക് അത് 2 മണിക്കൂർ പോലെ എഫക്റ്റ് വരിക. അപ്പൊ നമുക്കൊരു കൂടുതൽ സമയം, ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ രാവിലെ കുറേ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ രാത്രി ഓടി വന്ന് ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെ പരിപാടികൾ ഒരിക്കലും പ്രഗ്നൻസിയിൽ ചെയ്യരുത്. അത് ഭയങ്കര കുട്ടിക്ക് ദോഷം വരുന്നൊരു കാര്യം. അപ്പൊ കറക്റ്റ് സമയത്ത് ചിട്ടയായിട്ട് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രഗ്നൻസിയിൽ നമ്മളിപ്പോൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സാധനം കൂടുതൽ കഴിക്കണം. ഇപ്പൊ പാലൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ പിടിച്ച് നിർബന്ധിച്ച് പാൽ കുടിപ്പിക്കും, അവസാനം ഇതെല്ലാം കൂടി ഛർദ്ദിച്ചു പോകും. അങ്ങനെ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട കാര്യമില്ല.